വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്നോട് ഉപ്പ് നോക്കാൻ പറഞ്ഞു ഞങ്ങൾ രണ്ട് ഇവിടെയായിരുന്നു. അല്ല, വീഡിയോയാണ്. ആ നിഷ്കളങ്കമായ ചിരിയൊക്കെ കിട്ടി. അത് കാണാം, കണ്ടിട്ടേ നമുക്ക് പറയാൻ പറ്റും. ആരോ അതിലെ ബ്ലോഗ് ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. എല്ലാം അരിഞ്ഞ് സലാഡ് അരിഞ്ഞ് എല്ലാത്തിനും അരിഞ്ഞ അയ്യടി ഇവിടെ കിട്ടിയാലും അരിയാനും ആൾക്കാരെ വേണമല്ലോ. അത് വെച്ചാ മതി. അതിന് പിള്ളേരാരും വന്നില്ല. വെക്ക് ബിരിയാണി ഞങ്ങൾ കഴിട്ടു ആയിരിക്കോളാം. തറുണ്ടെന്നീ ഇതാണ് ഞങ്ങളുടെ ആമയുടെ സ്റ്റാൻഡേർഡ്. അല്ലെ, ഞാനിപ്പോഴും അറിയുന്നത് പല എയർപോർട്ട് സ്റ്റേഷനിലെ ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ ഹൈലൈറ്റ് എടുത്തില്ല, നല്ല രസമാണ്. പക്ഷെ ഇത് വീഡിയോ കിട്ടിയില്ല. ഇവിടെ എന്താണ് നടക്കുന്നത്? കഴിക്കൂ ചെമ്പ് അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ കഴിക്കുന്നറിയാമോ? സ്പെഷ്യൽ ബിരിയാണി കഴിക്കുന്നറിയാമോ? ഫിഷ് ബിരിയാണി നോക്കി നിന്നു. അടുക്കളയിൽ തകർത്ത് പരിപാടി നടക്കുവാണ്. മാറിയും തിരിഞ്ഞു ആൾക്കാർ വന്ന് എന്റെ ഞാനും ബ്ലോഗ് ചിക്കൻ വറുത്ത് കഴിഞ്ഞു. രാജുവേട്ടൻ കണ്ടിട്ട് പറഞ്ഞു യൂട്യൂബറിന്റെ വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കുന്നു. നീ ഇത് പാത്രം കഴുകാണ്. കൊറേ പേര് അവിടെ ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. ഗായ്സ്, ഇവിടെ എന്താണ് നടക്കുന്നത്? ഹലോ ഗായ്സ്, ഇന്നത്തെ എന്റെ കണ്ടന്റ് എന്താണെന്ന് പറയണ്ടല്ലോ. എല്ലാരും തമ്മിൽ കണ്ടു കാണുമല്ലോ അല്ലേ? ഇന്ന് ഞങ്ങളുടെ ഈവാച്ചുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. പുള്ളിക്കാരിയുടെ അച്ഛൻ സ്ഥലത്തില്ല. ഞങ്ങളിപ്പോൾ ആസാമിലാണ്. ആസാമിൽ ആകെ 7 മലയാളി ഫാമിലീസ് മാത്രമേ ഉള്ളൂ. ഈവാച്ചുവിന്റെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതാണ് അഖിൽചേട്ടന് സ്പെഷ്യൽ ഡ്യൂട്ടി വന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നത്. എന്ന് കരുതി ആ ഒരു ദിവസം നമ്മൾ നോർമൽ ദിവസമായിട്ട് തന്നെ വിട്ടില്ല. ഞങ്ങൾ മലയാളീസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഈവാച്ചുവിനും ചേച്ചിക്കും അങ്ങോട്ടേക്കൊരു പാർട്ടി കൊടുത്തു. ഈവാച്ചുവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ ഇവിടെയുള്ള മലയാളീസ് 7 പേരെ ഉള്ളെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഇതുവരെയുള്ള എയർഫോഴ്സ് സ്റ്റേഷനുള്ള മലയാളീസ് പോലല്ല. ഞാൻ വരുന്നതിന് മുമ്പൊക്കെ നോർമലായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് എപ്പോഴും ഒരുമിച്ച് ഇടയ്ക്ക് ഫുഡൊക്കെ ആക്കി കൂടും. ഇല്ലെങ്കിൽ ഞങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേയോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിശേഷമുള്ള ദിവസം നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ അടിപൊളിയാണ്. പരസ്പരമുള്ള സ്നേഹവും കാര്യങ്ങളും ഇവിടുത്തെ മലയാളീസ് അടിപൊളിയാണ്. നോക്കി നിന്ന് പണിയെടുക്കുന്നത്. ഓ ഭാവി കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഡെക്കറേഷൻ്റെ അലപ്പും ബഹളവും ഒക്കെയാണ് ഇതാ ഈ കാണുന്നത്. ഞങ്ങൾ 7 പെണ്ണുങ്ങളും കൂടെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഭയങ്കര അലപ്പും ബഹളവും ചിരിയും തമാശയും അങ്ങനെ അടിപൊളിയായിരിക്കും. കുറച്ച് പേര് പണിയെടുത്ത് കുറഞ്ഞു പോയി, കൂടിപ്പോയി, ഇല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല, ഞാനിങ്ങനെ പണി ചെയ്തേ, എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു പാർട്ടി അടിപൊളിയാക്കും. ഇവിടെയുള്ള മലയാളീസ് അടിപൊളിയാണ്. എടുത്തു പറയേണ്ട 7 പേരും ഒരേ ഫാമിലി പോലെയാണ്. പരസ്പര സ്നേഹവും എല്ലാം അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്.
എന്റെ അടിമക്കണ്ണ് അടിമക്കണ്ണ് ഈ ക്യാമറയ്ക്ക് പുറകെ കേൾക്കുന്ന സൗണ്ട് എന്റെ ഏട്ടന്റെയാണ്. ഈ വീഡിയോ എടുക്കുന്നത് എന്റെ സ്വന്തം ഏട്ടനാണ്. ഈ ഫ്രണ്ട് ഇരിക്കുന്ന കുരുപ്പാണ് ആമി. അവള് പൊളിയാണ് കേട്ടോ. അവളെ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവളെ ട്രോളുക. അപ്പോൾ അവളുടെ വായിരിക്കുന്ന കേൾക്കാൻ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഉരുളക്കിപ്പേരി പോലെ ഇവള് അടിപൊളിയാണ് കേട്ടോ. അതായത് ഇവള് മാത്രമല്ല, നീതു അത് തന്നെ. ഈ ആമിയെ എൻ്റെ ഏട്ടൻ കാണുന്നത് കൊച്ചു കൊച്ചുങ്ങളെ പോലെ, ഈ കൊച്ചു കുട്ടികളെ പോലെ കാണുന്നത്. ആക്ച്വലി ഈ കൂട്ടത്തിൽ ഏറ്റവും കുട്ടി ഞാനാണ് കേട്ടോ. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഞാനാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം, ആമിയെ കൊച്ചു കുട്ടിയായിട്ടും എന്നെ മുതുക്കിയായിട്ടാണ് എൻ്റെ ഏട്ടൻ കാണുന്നത്. പക്ഷെ ഇത് വീഡിയോ കിട്ടിയില്ല. പ്രൊഫഷണലാണ്. കൈ മുറിയനെ, നിന്റെ കൈ എന്റെ അല്ല. വിളിച്ച് പറയോ ശീതൽ സാറിനോട്? ഞാൻ ഫോക്കസ് മിക്കവാറും അളവ് നോക്ക്, അളവ് അളവ് മേടിച്ച് ട്രയൽ നടത്തിയത്. കല്ലി ഹായ്, ബ്ലോഗില് എനിക്ക് അങ്ങനെ അറിയില്ല. ഇവിടെ റൈസ് കഴിയുന്ന തിരക്കിലാണ്. അവളിപ്പോഴാണ് അടുക്കളയിൽ കയറിയത്. എല്ലാം അരിഞ്ഞ് സലാഡ് അരിഞ്ഞ് എല്ലാത്തിനും അരിഞ്ഞ് അയ്യടി ഇവിടെ കിട്ടിയാലും അരിയാനും ആൾക്കാരെ വേണമല്ലോ. ചാർജില്ല ശരിക്കും. ജഗ്ഗിൽ ഞാൻ തക്കാളി സവാള കൊടുത്തു. ഏകദേശം മാച്ചാക്കി കോൺട്രാസ്റ്റ് രണ്ട് കളർ ഇട്ടാലോ? രണ്ട് കളറൊക്കെ എനിക്ക് അതിന് കോൺട്രാസ്റ്റ് എടുത്ത് പച്ച ബ്ലൂ അല്ല ഞാൻ എടുക്കണേ. എനിക്ക് അവളെ മാത്രം എടുത്താൽ മതിയേ. ഓഫ് അട്രാക്ഷൻ. വാ പനങ്കിളി പോ പനങ്കിളി പച്ച പനങ്കിളി വാ. എത്ര ക്യാമറമാൻമാരാ. വാ പനങ്കിളി പോ പനങ്കിളി പച്ച പനങ്കിളി പോ പനങ്കിളി പച്ച പനങ്കിളി വാ. പനങ്കിളി പോ പനങ്കിളി പച്ച പനങ്കിളി വാ. അങ്ങനെ ആണുങ്ങളെല്ലാം കൂടെ ചേർന്ന് ഡെക്കറേഷൻ അടിപൊളിയാക്കിയിട്ടുണ്ട്. അതേ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ ചേർന്ന് കുക്കിങ്ങിൻ്റെ കാര്യം അടിപൊളിയാക്കിയിട്ടുണ്ട്. കോഴിക്കോട്ടുകാരിയായി നീതി ചേച്ചിയാണ് മെയിൻ ഷെഫ്. നല്ല അടിപൊളി മലബാർ ദം ബിരിയാണിയാണ് ഞങ്ങൾ റെഡിയാക്കിയേക്കുന്നത്. ഇതല്ല നീതി ചേച്ചി കേട്ടോ, ഇത് അർപ്പിതയാണ്. തൊട്ട് സൈഡിൽ നിൽക്കുന്ന ആളാണ് നീതി ചേച്ചി. പുള്ളിക്കാരി അടിപൊളിയാണ് കേട്ടോ. കോഴിക്കോട്ടുകാരി ആയതുകൊണ്ട് തന്നെ ബിരിയാണിയൊക്കെ വെക്കാൻ അടിപൊളിയാണ്. നീതി ചേച്ചി എങ്ങനെ പറയുമോ? ഇതാണ് ഞങ്ങളുടെ സ്വന്തം കോഴിക്കോട്ടുകാരിയായ മെയിൻ ഷെഫ് നീതി ചേച്ചി. പുള്ളിക്കാരിയുടെ ആയിരുന്നു കേട്ടോ റെസിപ്പി. ഇത് മേൽനോട്ടം മാത്രം വന്ന് നിൽക്കുക ഇളക്കുക. മേൽനോട്ടം മാത്രം. പാവം ബഷീർക്ക ചിക്കൻ കഴിക്കൊണ്ട് വന്നു. തിളക്കട്ടല്ലേ? രണ്ടെണ്ണത്തിന് നാരിക്കുണ്ടാ പകുതി എടുത്ത് വെച്ചേക്കേ. അങ്ങനെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ ചേർന്ന് അടിപൊളി മലബാർ ദം ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ സെറ്റാക്കിയ സമയം കൊണ്ട് ആണുങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇതുപോലെ അടിപൊളിയാക്കി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് ഇനി കേക്ക് മുറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എവിടെയായിരുന്നു? അല്ല വീഡിയോയാണ്. ആ നിഷ്കളങ്കമായ ചിരിയൊക്കെ കിട്ടി.
കരയിപ്പിക്കല്ലേ തൊപ്പി ഊരി അപ്പം കരയിപ്പിക്കല്ലേ ഏട്ടാ കരഞ്ഞില്ല. ഇവിടെ ബാക്കി എല്ലാരും സുഖിക്കുന്നു. പാവം ജയരാജേട്ടൻ കിടന്ന് കഷ്ടപ്പെടുന്നു. സത്യം അത് ശരിയാ. അല്ല ശ്യാംജിത്തേട്ടനാ കഷ്ടപ്പെട്ട്. ഇപ്പൊ ആരും ഉണ്ടായില്ലേ? ഒരു മിനിറ്റ് കേക്ക് വന്നു. കണ്ടില്ല നമ്മള് അങ്ങനെ വെച്ചോ. ഒന്നില്ല ട്രൈ ചെയ്യും. എനിക്കുണ്ട് തൊട്ട് നോക്കേ. ചേച്ചി ഇങ്ങോട്ടും നോക്കിക്കേ. എന്തൊരലമ്പന്റെ ദൈവമേ. അഖിലിന് ആര് വീഡിയോ കോൾ ആക്കുന്നേ? Happy birthday to you. Happy birthday. ഒരു മിനിറ്റ്. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ട്രയലാണ്. അങ്ങോട്ട് പോയിട്ട് പഠിക്കേ. അതിന് പോകാൻ ഹായ് കാണിക്ക്. ഫോട്ടോസ് എടുത്തേ. ഇടത് വെച്ചോ. അങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നേ. അങ്ങനല്ല ഈ ബാക്കി കാണിക്കാം. എനിക്ക് കണ്ടാണ് മതിയില്ല. ഞാൻ എഴുന്നേക്കട്ടെ. ഇനി ആരാശൊന്നും മൂടി അയ്യേ ഞാൻ തന്നെ വീട്ടിലിരിക്കുന്ന ഇട്ടിട്ടില്ല. ഭാഗ്യം. എൻ്റേതൊരു പച്ചയായ ബ്ലോഗാണ് ഗായ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും എഡിറ്റ് ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ആസാം മല്ലൂസിൻ്റെ എല്ലാ അലപ്പും അലവരാത്രികളും എല്ലാം ഉപ്പിയെടുത്ത് ഞാൻ ബ്ലോഗ് ആക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചേച്ചി തമ്മിട്ടാലോ? എനിക്ക് കവർ
എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇനിയിപ്പോ ദമ്മിടാൻ പോവാ. ഇനിയാണ് അതിന്റെ സംഭവം. ഇനിയിപ്പോ ഇതെന്താ ജയരാജനോട് വന്നിട്ട് മറ്റേ വീഡിയോ എടുക്കണമെങ്കിൽ എന്നിട്ട് നമ്മള് റൈസ് മിക്സ് ഇതിപ്പോ ആയില്ല, ഇനി അടുപ്പത്ത് വെക്കുന്നത് അത് കാണാം. കണ്ടിട്ടേ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മലബാർ ദം ബിരിയാണി പൊട്ടിച്ചു. ഞങ്ങൾ ദം അടിച്ച് വെച്ചിരുന്നതാണ്, അതെല്ലാം പൊട്ടിച്ച് ഓക്കെ ആക്കി. അതിൻ്റെ വീടെടുപ്പും ബഹളമൊക്കെയാണ് ഈ നടക്കുന്നത്. ഇതാണ് മെയിൻ ഷെഫ്. നേരത്തെ പറഞ്ഞല്ലോ, നീ ചേച്ചിയാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാം പണിക്കാരാണ്. ഈ കോഴിക്കോട്ടുകാരെ ബിരിയാണി വെക്കുന്ന കാര്യത്തിൽ തോപ്പിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഞാനും ഏട്ടനും ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം കോഴിക്കോട് പോകാറുണ്ട്. അവിടുത്തെ ബിരിയാണി, അതുപോലെ കോഴിക്കോടുള്ള ആൾക്കാരൊക്കെ വെക്കുന്ന ബിരിയാണി അടിപൊളിയാണ്. തുമ്മി ചായ ഇടുന്നു. എന്തിലെടുക്കുന്നത് ഈ ഇപ്പൊ ഗ്രേവി എനിക്ക് കൂട്ടുമ്പോൾ നല്ല ഓക്കെ അല്ലേ? ഇപ്പൊ നമുക്ക് ഓക്കെയാണ്. ആണോ? എന്നാ കുഴപ്പമില്ല. ധൈര്യമായിട്ട് അങ്ങോട്ട് ഇടുന്നു. കഴിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നടേ. നമ്മളുണ്ടല്ല ഒരു കേക്ക് എല്ലാരും കൂടെ കടിച്ച് കഴിക്കുന്നുണ്ട്. ഇങ്ങനെ നക്കി ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലാലേ. ഇടട്ടേടാ കൂട്ടോ. പക്ഷെ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന്റെ കളർ കൊണ്ട് തന്നെ ചോപ്പ് ഷെയ്ഡിലേക്ക് വന്നല്ലേ. ചിക്കൻ പൊരിച്ചാലുണ്ടല്ലോ നല്ലൊരു കളർ വരും ബിരിയാണിക്ക് തന്നെ. എല്ലാവർക്കും കൂടെ അത് ദമ്മാക്കാൻ പറ്റുമോ ചേച്ചി? എല്ലാവർക്കും കൂടെ അത് ദമ്മാക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഉള്ളത് അത് പറ്റുമോ? റൈസ് രണ്ടെണ്ണം. കൂടുതൽ സ്പെഷ്യൽ മീൻ മാത്രമേ കഴിക്കൂ, ചിക്കൻ കഴിക്കൂലെന്ന് പോലും. ഉച്ചക്ക് വെച്ച ചോറുണ്ട്, പിന്നെ കുറച്ച് മീൻ കൈപുണ്യം അത് എന്റേതാണ്. കൂടിപ്പോയി പറഞ്ഞിട്ടു നിന്റെ മൂക്കിൽ നല്ല കുരിയും പിന്നെ വെച്ച് പൊട്ടിക്കാൻ വേണ്ട, പൊട്ടിക്കാം. അങ്ങോട്ട് മാറി. ഇവിടെ ദമ്മിടൽ പരിപാടി കാര്യമായിട്ട് നടക്കുക. ആരോ അതിലെന്റെ ബ്ലോഗ് കണ്ടിട്ട് എന്നോട് ഇഷ്ടം എന്റെ മൂക്കിലെ കുരു. മോഹക്കുരു. എന്റെ മൂക്കില് മോഹക്കുരുവാണ് ഗൈസ്. എന്റെ ബ്ലോഗിൽ ഞങ്ങളെ പറ്റി വല്ല എഴുതിയിട്ട് ഞങ്ങളുടെ ഫാൻസ് ചോദിക്കാൻ വരും കേട്ടോ. ഞങ്ങൾ അറിയാത്തവരുണ്ടാവില്ല നിന്റെ ബ്ലോഗിനകത്ത്. അല്ലെ, ഞാനിപ്പോഴും അറിയുന്ന പല എയർഫോഴ്സ് സ്റ്റേഷനിലെ ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ചേച്ചി അറിയാത്ത കുറെ ആൾക്കാർ ഞങ്ങളോട് ഇവിടെ റിക്വസ്റ്റ് ഇട്ടു, ആരാന്ന് കാണാൻ വേണ്ടിട്ട്. മറ്റേ ആ ചേട്ടൻ ഇട്ടു, എന്തോ പേര് മറന്നുപോയി. മീനിലേക്ക് ഫസ്റ്റ് ഇട്ടാ. എന്നോട് ഉപ്പ് നോക്കാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും. എനിക്ക് ഒരു ക്യാഷ് കിട്ടിയോളൂ. എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിൽ ആവശ്യത്തിലധികം ആൾക്കാരുണ്ടല്ലോ. ഇല്ലെങ്കിൽ ആദ്യം അവള് നിന്നേനെ. നമ്മള് ബിരിയാണി വിളമ്പുന്ന എങ്ങനെയാ ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് വിളമ്പല്? അതെന്നെ എനിക്കറിയാം. എനിക്കൊരു ക്യാഷ് വേണം തന്നോളൂ ഗൈസ്. വിറ്റാമിൻ എ ബി സി ഡി ഒരു കാശ് ആമയുടെ സ്പെഷ്യൽ ബിരിയാണി, ഫിഷ് ബിരിയാണി. ആർക്കും തരില്ല. ഞങ്ങൾ കൈയിട്ട് വാരിക്കോളാം. തറണ്ട നീ. ഇതാണ് ഞങ്ങളുടെ ആമയുടെ സ്റ്റാൻഡേർഡ്. എടി ഏതായിരുന്നു എടി തുപ്പും തൂറി എറിയെന്ന് പറഞ്ഞ പെണ്ണുപിള്ള? നിനക്കറിയില്ല? ഇത്രയും ഫേമസ് ആയിട്ടുള്ള വ്യക്തി എനിക്കറിയില്ല. ഫിഷ് ബിരിയാണിയുടെ ഫോട്ടോ എടുക്കണേ എടുക്കുക, വ്ലോഗ് എടുക്കണേ. ആമിയുടെ സ്പെഷ്യൽ ഫിഷ് ബിരിയാണി ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ. നോക്കി നിന്നു. ആമയുടെ മാത്രം ബിരിയാണി ഇവിടെ ഫിഷ് ബിരിയാണി. അതങ്ങനെയാടാ, മറ്റേ വിനെഗർ ഒഴിച്ചിട്ട്. നോക്കി ഒഴിച്ചോന്നും അറിയില്ല. ഇല്ല ആണോ ചേച്ചി? ഇതിൽ തൈരാണോ ഒഴിക്കുന്നത്? വിനെഗറാണോ? ഉപ്പ് പിടിച്ചിട്ടില്ല തൊട്ടും. ഇവിടെ കറണ്ട് പോയി ഞാൻ ബ്ലോഗ് എടുക്കാൻ തുടങ്ങിയപ്പം. അതാണ് നിന്റെ ഐശ്വര്യം. അർപ്പിത മനസ്സോണ്ട് ദൈവമേ ഞാൻ ബ്ലോഗ് എടുക്കുന്നില്ല, ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ്, ഇവിടെ ബ്ലോഗ് എടുക്കുവാണല്ലോ. അർപ്പിതയുടെ മനസ്സിലെ സങ്കടമാണ്. കുട്ടിപ്പെട്ടാളങ്ങളുടെ കലവില.
വന്നാ ആ റൈസ് അതേപോലെ ഇരിക്കട്ടെ. ഇതാണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റും കിട്ടും, എനിക്ക് വീഡിയോയും കിട്ടും. നീ വേണോ? ആ കലം എന്ത് ഈ ചെക്കൻ ഇങ്ങനെ കരിയുന്നത്? പുറത്തേക്ക് ഒന്ന് കൊടുത്താൽ വെറുതെ കരിയുന്നത്. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. ചേച്ചി ഒരു ബുക്ക് ചെയ്ത് നമ്മള് വെള്ളം ഒഴിക്കില്ലേ, അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ഇടും. അപ്പൊ തിളക്കണ വെള്ളത്തിന്റെ ഒപ്പം അതിങ്ങനെ തിളച്ച് തിളച്ച് നല്ല ഫ്ലേവർ. അത് ഗൈസ് ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ അമ്മയുടെ സ്റ്റാൻഡേർഡ്. ഗൈസ് ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ അമ്മയുടെ സ്റ്റാൻഡേർഡ്. ഇവിടെ പണിയെടുക്കാൻ ഞങ്ങൾ രണ്ടാളും ബാക്കി അല്ലേ ഇത് ഒരു പകുതി വേവിലരി നിർത്തും. അത് ആ തവി ഞങ്ങള് പെണ്ണുങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ അവര് ആണുങ്ങൾ അവിടെ കിടന്ന് സുഖിക്കുന്നു. കല്യാണത്തിന് വീഡിയോ എടുക്കുന്നു. അങ്ങനെ പോകല്ലേ, ഇവിടെ ഇരുന്നോ. ഹായ് എവരിവൺ. ഹലോ സബ്സ്ക്രൈബ് ചെയ്യണേ. ദമ്പൊടി ഞങ്ങളോട് ശ്രദ്ധിച്ചോണ്ടിരിക്കുവാണ്. ശ്രദ്ധ, അതാണ് ഒരു യൂട്യൂബർക്ക് വേണ്ടത്. എടുത്തതാ, ഞാൻ എടുത്തുതരാം. ഞങ്ങൾ പെണ്ണുങ്ങളുടെ കഷ്ടപ്പാട് ദം പൊട്ടിച്ചു നോക്ക്. ഞങ്ങളുടെ ബിരിയാണി ആമി നൈസായിട്ട് കേട്ടോ. എല്ലാരും ഞാൻ പിടിച്ചു കൊടുത്ത പോലെ അതിന്റെ അടപ്പ് തുറന്നിട്ട് ഒന്ന് ചോറിലേക്ക് മിക്സ് ആവുന്നതിന് അത്ര എടുത്താ അത് മതി. അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇതിലേക്ക് എന്റെ അമ്മയെ ചേച്ചിയുടെ സെയിം ഫോട്ടോഗ്രാഫി. കുഞ്ഞു പ്ലേറ്റ് ഉണ്ടോ? മറ്റേ ഒരു ഇതുള്ളത് ആ പ്ലേറ്റ് മതി. ലാസ്റ്റ് അത് വലുതാണല്ലേ? ഒരു പണി എടുക്കാതെ മടി പിടിച്ചിരിക്കുന്നു. മടി പിടിച്ചിരിക്കുന്നു, ഒരു പണി എടുക്കാൻ. കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് വന്നിരിക്കുന്നേ. ഞങ്ങളുടെ വീട് ഞാൻ ചെന്നോക്കും ഇപ്പൊ പോയിട്ടില്ല. എന്നിട്ട് ഞാൻ കൊറേ നേരം എടുത്തോണ്ടൊക്കെ നടന്നു. കരയിക്കാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചോണ്ടോ എന്നോട് പറയുന്നില്ല. ഒന്നുമില്ല, ആര്യനാണോ അല്ല
ഇല്ല എന്ത് പറ്റി ഒന്നുമില്ല അപ്പഴോട് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞു അമ്മേനെ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ വീട്ടിനുള്ളിൽ കയറിയപ്പോ കരച്ചിലോട് ഞാൻ പറഞ്ഞു എന്നാ അമ്മേനെ താക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് പിന്നെ ഇതെല്ലാം കണ്ടത്. കേക്ക് കട്ടിങ്ങിന് മുന്നേ തന്നെ പക്ഷെ ഈ ഒരു സുഖത്തില് കിടന്നിട്ട് ഇന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. അതിന് പിള്ളേരാരും വന്നില്ല. വെക്ക് ഇവിടെ ഒരു കൊച്ചു വെച്ചിരിക്കുന്നുണ്ടില്ലേ? വണ്ണ് പറയുമ്പോ എല്ലാരും ഓരോ വായി എടുക്കണം. എല്ലാരും കയ്യിൽ ഓരോ വായി എടുക്കണം. ആ റെഡി റെഡി. അഞ്ചെണ്ണായോ? 5 എണ്ണമായി. കഴിക്കൂ കഴിക്കൂ. ചെമ്പ് എടി ചെമ്പ് അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ കഴിക്കുന്നതാണെന്നറിയാവോ? സ്പെഷ്യൽ ബിരിയാണി കഴിക്കുന്നതാണെന്നറിയാവോ? ഫിഷ് ബിരിയാണി കഴിഞ്ഞോ? അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം അർപ്പിതയുടെ വീട്ടിലാണ് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം പാർട്ടിക്ക് ശേഷം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. അയ്യോ അർപ്പിതയെ പറ്റി പറഞ്ഞു എനിക്ക് അറിയാൻ മേല. അവർക്കൊരു ബ്ലോഗൊക്കെ ഉണ്ട്. ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് ഒന്നും നോക്കുന്നില്ല കേട്ടോ. ഞാൻ കറക്റ്റ് വോയിസ് ഓവർ ചെയ്യുക, എഡിറ്റ് ചെയ്തങ്ങ് ഇടുക, അത്രയേ ഉള്ളൂ. നോക്കാനൊന്നും ടൈമില്ല. ജസ്റ്റ് ഫോണിൽ സ്പേസ് ഇല്ലാഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ബ്ലോഗ് എഡിറ്റാക്കി ഇടുവാണ്. പഴയതുപോലെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനോ ഇല്ലെങ്കിൽ അങ്ങനെ ഒന്നും നിൽക്കുന്നില്ല. അതുകൊണ്ട് എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയാൻ വയ്യ. അർപ്പിതയ്ക്കും ഒരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. ഓൾ കുറേ നാളായിട്ട് പറയുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ എന്താണ് ഫ്രീ പ്രൊമോഷൻ എന്നൊക്കെ പറയുന്നത്. എനിക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല. കാരണം ഞാൻ പോലും ഇതിലങ്ങനെ കറക്റ്റായിട്ട് ആക്റ്റീവ് അല്ല. ആക്റ്റീവ് ആയതിനു ശേഷം ഒരുമിച്ച് കൊളാബ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ പിന്നെ കണ്ട വഴി ഓടിക്കും. കുറേ നാളോട് പറയുന്നുണ്ട്, ഇതുവരെ ചെയ്തിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ല, ഇനി ആക്റ്റീവ് ആകണം. അപ്പോൾ ഓളുടെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എല്ലാവരും ചെക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ പാർട്ടി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇതെന്തി പെണ്ണുങ്ങ പത്മ ബൈ പറ ബാത്തു, ബൈ പറ. എന്താണ് ഞങ്ങള് പൊങ്ങുവാണ് നാളെ. ഈ ഒരു മാസം പറ്റുമോ? ഒന്ന് മിസ് അടിക്കോ? എല്ലാ വീഡിയോയിലും എന്താ പറയാ, നാളെ തന്നെ നമ്മൾ ഇന്ന് നീ പൂട്ടിയാ ചേച്ചി ബൈ. മൂടിയുണ്ട് സാർ എനിക്കൊന്ന് എടുത്തരണേ. അങ്ങനെ പാർട്ടി എല്ലാം കഴിഞ്ഞ് കുറേ ലേറ്റായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ കുറേ പാർട്ടി കഴിഞ്ഞിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ശ്യാംജിത്തേട്ടനാണ് എന്നെയും ചേച്ചിയും വീട്ടിലേക്ക് ആക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും പുറത്താണ് നിൽക്കുന്നത്. ബാക്കി എല്ലാവർക്കും കോട്ടേഴ്സ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ റെൻറ്റിനാണ് നിൽക്കുന്നത്. ഏട്ടൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ നിൽക്കുന്ന വീട്. സാനി ചേച്ചി ഈ സൈഡിൽ കാണുന്ന വീട്ടിലാണ്. ഞങ്ങൾ അടുത്തടുത്ത് തന്നെയാണ് വീടെടുത്തേക്കുന്നത്. ഹെൽപ്പ് ചെയ്യണോ?